Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓര ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. White House Gallery, National Highway, Chirvattur. Phone 9446 കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ബ്രഹ്മാണ്ഡ വിൽപ്പന പയ്യന്നൂർ മൈജി ഫ്യൂച്ചറിൽ മാർച്ച് 14 വരെ മാത്രം. സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോറോം. മംഗല്യ ഗോൾഡ്, തിരൂർപുന്ന റോയൽ സിറ്റി കോംപ്ലക്സ്, ഇന്ത്യൻ കോഫി ഹൗസിന് സമീപം, പയ്യന്നൂർ. ആടാച്ചേരി സ്റ്റോഴ്സ്, തെക്കേ ബസാർ, പയ്യന്നൂർ. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മെയിൻ റോഡ്, ഇരട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. Our tradition, our culture, Dortiz. പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്നത് കാപട്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ ബിജു കൃഷ്ണൻ. ഇന്ത്യയിൽ ഒരു നേരത്തെ ആഹാരത്തിന് കുട്ടികൾ തെരുവിലിറങ്ങേണ്ടി വരികയാണെന്നും ബിജു കൃഷ്ണൻ. ടി ഗോവിന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. കണ്ടങ്ങാളി നന്മ വോളി അക്കാദമി ഗ്രൗണ്ടിൽ മുൻ മന്ത്രി EP ജയരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. STO പഴയങ്ങാടി ഏരിയയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇഫ്താർ മീറ്റും മതസൗഹാർദ്ദ സംഗമം ഇഫ്താർ മീറ്റും STO ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ജില്ലയിലെ 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വലിയപറമ്പ കുടുംബാരോഗ്യ കേന്ദ്രവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തവയിൽ പെടും. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുക എന്നത് സംസ്ഥാന സർക്കാർ ഏറെ മുൻഗണന നൽകുന്ന കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരളം കർമ്മ പദ്ധതി 2ാം ഘട്ടം ആർദ്ര മിഷന്റെ ഭാഗമായി നവീകരിച്ച വലിയപറമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഫലപ്രദമായ നേതൃത്വം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുക, അതാണ് ഒരു പരിപാടിയായി ആർദ്ര മിഷൻ ആവിഷ്കരിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ആശുപത്രിയുടെ പശ്ചാത്തല സൗകര്യവും ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും എണ്ണവും അതിൻ്റെ പ്രവർത്തന സമയവും വർദ്ധിക്കൽ മാത്രമല്ല, വലിയൊരു ആശയത്തിൻ്റെ ചുരുക്കപ്പേരാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രമെന്നത്. ആർദ്ര മിഷന്റെ ഭാഗമായി പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ പ്രാഥമിക ഹെൽത്ത് സെന്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. കുടുംബാരോഗ്യ കേന്ദ്രം എന്നത് വലിയൊരു ആശയത്തിന്റെ ചുരുക്കപ്പേരാണ്. ഓരോ നാട്ടിലെയും എല്ലാ ജനങ്ങളോടും സ്ഥാപനത്തിനും സ്ഥാപനത്തിലെ ഡോക്ടർമാർക്കും ബന്ധമുണ്ടാകണം. മറ്റെല്ലാ പദ്ധതികളിലും കാണുന്നത് പോലെ ആർദ്ര മിഷനിലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തും.
കോവിഡ് സമയത്ത് ലോകത്തിലെ പല വികസ്വര രാജ്യങ്ങളും പകച്ചു നിന്നപ്പോൾ കേരളം മഹാമാരിക്ക് മുന്നിൽ പിടിച്ചു നിന്നു. ആർദ്ര മിഷന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്ര തലം മുതൽ മെഡിക്കൽ കോളേജ് വരെ സർക്കാർ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് കോവിഡിനെ നേരിടാൻ സംസ്ഥാനത്തിന് സാധിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ പറമ്പ് ഉൾപ്പെടെ ജില്ലയിലെ 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. ശിലാഫലകത്തിന്റെ അനാച്ഛാദനം എം രാജഗോപാലൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരളം രക്തസാക്ഷി ദിനത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പുത്തൂരിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുന്ന രാജ്യത്ത് ഒരു നേരത്തെ ആഹാരത്തിന് കുട്ടികൾ തെരുവിലിറങ്ങേണ്ടി വരികയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ പറഞ്ഞു. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും കാർഷിക മേഖലയും എന്ന വിഷയത്തിൽ പുത്തൂരിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരത്ത് നെല്ലെടുപ്പ് സമരത്തിന്റെ 75ാം വാർഷികമായിരുന്നു. അതിൽ പങ്കെടുക്കാനായിരുന്നു വന്നത്. അപ്പോൾ ഈ കോറോ സമരത്തിന്റെ മറ്റും വിഷയങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചവരിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കാർഷിക സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടതുണ്ട്. M രാഘവൻ അധ്യക്ഷത വഹിച്ചു. TV രാജേഷ്, CN ചന്ദ്രൻ, V നാരായണൻ, P സന്തോഷ്, T ഗോപാലൻ, K മധു, M സതീശൻ എന്നിവർ സംസാരിച്ചു. KPR പണിക്കർ വിപ്ലവ ഗായക സംഘം അവതരിപ്പിച്ച വിപ്ലവ ഗാനമേളയും DYFI പുത്തൂർ മേഖലാ പ്രവർത്തകർ സംഘടിപ്പിച്ച നൃത്തസന്ധ്യയും പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ടി ഗോവിന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റ് തുടങ്ങി. കണ്ടങ്ങാളി നന്മ വോളി അക്കാദമി ഗ്രൗണ്ടിൽ മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ടി ഗോവിന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് കിഴക്കേ കണ്ടങ്കാളി ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം നന്മ വോളി അക്കാദമി ഗ്രൗണ്ടിൽ മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് വോളിബോൾ ക്ലബ്ബുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ അവയെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ വോളിബോൾ കായിക വിനോദത്തെ ശാസ്ത്രീയമായി പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത് ലോകോത്തര നിലവാരത്തിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ കായിക വിനോദങ്ങൾ വെറും ഒരു കായിക രംഗത്ത് മാത്രമായി നിലനിൽക്കുന്നതല്ല, മനുഷ്യന്റെ ആരോഗ്യത്തിനും ബുദ്ധിപരമായ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും കായിക വിനോദം അനിവാര്യ ഘടകമാണ്. അതുകൊണ്ട് എല്ലാ കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV രാജേഷ്, KV ബാബു, KT സഹദുള്ള, K രാഘവൻ, ശശി വട്ടക്കോവൽ, KV ലളിത, T ബാലചന്ദ്രൻ, PP കൃഷ്ണൻ, P ഗംഗാധരൻ, C ഷിജിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അന്നൂർ സ്വദേശി സന്തോഷിനാണ് പരിക്കേറ്റത്. ഇയാളെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാതയിൽ കണ്ടോത്ത് മുസ്ലിം പള്ളിക്ക് സമീപത്താണ് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ അന്നൂർ സ്വദേശി സന്തോഷിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം.
ചെറുവത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ഇതേ ദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞതാണ് അപകടത്തിന് കാരണമായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി ഏരിയ സ്വാതന്ത്ര്യ മോട്ടോർ തൊഴിലാളി യൂണിയൻ STU പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ സ്മാരക ഇഫ്താർ മീറ്റും മതസൗഹാർദ്ദ സംഗമവും നടത്തി. STU പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സംഗമവും ഇഫ്താർ മീറ്റും STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ STU പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ സ്മാരക ഇഫ്താർ മീറ്റും മതസൗഹാർദ്ദ സംഗമവും നടത്തി. പഴയങ്ങാടി BV റോഡിൽ STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. VPP ഹമീദ് അധ്യക്ഷത വഹിച്ചു. മാതമംഗലം അഭയകേന്ദ്രത്തിലെ ആശാ ട്രസ്റ്റിലെ അന്തേവാസികൾക്കുള്ള ഭക്ഷണ കിറ്റ് കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി AP ബദ്രുദ്ദീൻ വിതരണം ചെയ്തു. STU മോട്ടോർ തൊഴിലാളി യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB മഹമ്മൂദ്, ഫാദർ ബിനു മഠത്തിൽപറമ്പൻ, ഖത്തീബ് ഷമീം അൻവർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ SK ആബിദ, കൊട്ടില മുഹമ്മദ് കുഞ്ഞി, T അഷറഫ്, PP കരുണാകരൻ മാസ്റ്റർ, B അഷറഫ്, MB കുഞ്ഞിക്കാതിരി, P അബ്ദുൽ ഷുക്കൂർ, നികേഷ് താപം, മൂസാൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. STU ഓട്ടോ തൊഴിലാളികൾക്കുള്ള അജ്മാൻ, ഷാർജ, KMCC റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സൗദത്തിൽ നടന്ന ചടങ്ങിൽ 95 കിറ്റുകളാണ് ഓട്ടോ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മാർത്ഥമായി സഹകരിച്ച് എല്ലാ പാർട്ടി പരിപാടികളിലും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയരാകുന്ന കൂട്ടരാണ് തൃക്കരിപ്പൂരിലെ ഓട്ടോ തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ അവർ ചേർത്തു പിടിക്കേണ്ടത് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഒരു കടമയാണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായി പത്താറോട് കുമ്മാട് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി കുഞ്ഞാമച്ച പ്രസിഡന്റായ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ അന്ന് മുതൽ ഇന്നോളം. അഷറഫ് അധ്യക്ഷത വഹിച്ചു. VV അബ്ദുള്ള, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റൌഫ് ഹാജി, മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, VPP ഷുഹൈബ്, അജ്മാൻ, ഷാർജ KMCCയുടെ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ മുൻകരുതൽ വേണമെന്ന് വിദഗ്ധർ. കനത്ത ചൂടിൽ ദാഹം തോന്നുമ്പോഴേക്ക് കാർബണേറ്റുകൾ അടങ്ങിയ മധുരപാനീയങ്ങൾ കഴിക്കുക എന്നത് യുവത്വത്തിന്റെ പുതിയ ശീലമായി മാറുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ്. നല്ല പൊരിവയിലാണ്. പച്ചവെള്ളത്തിന് പോലും മാധുര്യം ഉണ്ടാകുന്ന ദാഹമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലുള്ള ദാഹവും. നല്ലോണം വെള്ളം കുടിച്ചും നല്ല അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചും ഈ ചൂടിനോട് വെല്ലുവിളിക്കുക എന്ന് മാത്രമേ ഇപ്പം ചെയ്യാനുള്ളൂ എന്നാണ് വിദഗ്ധരും പറയുന്നത്. പക്ഷേ വെള്ളം കഴിക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിച്ച് ഉള്ള ആരോഗ്യം കൂടി കളയുന്ന ഒരു പ്രവണതയാണ് ഈ ചൂടുകാലത്ത് കണ്ടുവരുന്നത്. മലയാളികൾക്ക് ഇതുവരെയും ശീലമില്ലാത്ത അത്രയും ഉയർന്ന തോതിലാണ് ഇത്തവണ ദിനംപ്രതി ചൂട് വർദ്ധിക്കുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് ഇത്തരത്തിൽ കൂടുമ്പോൾ പലവിധത്തിലുള്ള പകർച്ചവ്യാധികൾ, സൂര്യാഘാതം എന്നിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ അവയ്ക്കൊപ്പം നാം അറിയാതെ നമ്മിലേക്ക് എത്തുന്ന വില്ലനാണ് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ അമിതോപയോഗത്താൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. തീരെ ചെറിയ കുട്ടികൾ മുതൽ തന്നെ ഇന്ന് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ആരാധകരായി മാറിയിട്ടുണ്ട്. നമ്മുടെ പാതയോരങ്ങളിൽ വലിച്ചെറിഞ്ഞ രീതിയിൽ കാണപ്പെടുന്ന ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പാക്കറ്റുകളും കുപ്പികളും കണ്ടാൽ തന്നെ അറിയാം അവയുടെ ഉപഭോഗം എത്രമാത്രമാണെന്ന്. സോഫ്റ്റ് ഡ്രിങ്കുകളിലെ സംസ്കരിച്ച പഞ്ചസാരയുടെ വർദ്ധിതമായ അളവ് അഡ്രിനാലിൻ്റെ അളവ് കൂട്ടുകയും കുട്ടികളെ പിരുപിരുപ്പ് അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരാക്കുകയും ചെയ്യുന്നു. ഉയർന്ന അളവിൽ പഞ്ചസാര ചേർക്കുന്നതിനാൽ പ്രമേഹ സാധ്യതയും തള്ളിക്കളയാനാകില്ല. കൂടാതെ ഇവയ്ക്ക് നിറം നൽകാൻ ചേർക്കുന്ന പദാർത്ഥങ്ങളും കൂടുതൽ കാലം ചീത്തയാകാതിരിക്കുവാൻ ചേർക്കുന്ന സോഡിയം ബെൻസോയേറ്റും കുട്ടികളിലും മുതിർന്നവരിലും ആസ്മയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണ്. ഇത് കുട്ടികൾ കഴിക്കുമ്പോൾ വയർ പെട്ടെന്നു തന്നെ നിറഞ്ഞ പ്രതീതി ഉണ്ടാക്കുന്നതിനാൽ മറ്റ് ആഹാര പദാർത്ഥങ്ങളോട് താല്പര്യം കാണിക്കാത്തത് കുട്ടികളുടെ ശരിയായ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എത്രത്തോളമായിരിക്കും ഈ ചൂടുകാലത്ത്? ചൂടുകാലത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് നമ്മൾ സാധാരണ വിവക്ഷിക്കുന്ന മധുരം നിറഞ്ഞിട്ടുള്ള പാനീയങ്ങൾ, വിവിധ രീതിയിലുള്ള പാനീയങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട്. ഇത്തരം പാനീയങ്ങളിൽ പൊതുവേ കാണുന്നത് വെറും പഞ്ചസാരയും വെള്ളവും
നിറം പിടിപ്പിക്കുന്ന വസ്തുക്കളുമാണ്. ഇവയെ ഇൻഡിസ്ക്രിമിനേറ്റഡ്, അത് യാതൊരുവിധ തിരിച്ചറിവും കൂടാതെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ശരീരത്തിന് അത് തകരാറുകളുണ്ടാക്കും. ഒരു പ്രാവശ്യം വെള്ളം കുടിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള തകരാറുകളല്ല. ഇതൊരു ശീലമായി മാറാനും സ്വാഭാവികമായും ശരീരത്തിന് ആവശ്യമായ മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും മറ്റുള്ള ഘടകങ്ങളുടെ അഭാവം ശരീരത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും ഒരു വശത്ത്. 2, ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കലറി വരുന്നത് കൊണ്ട് തന്നെ ഒബീസിറ്റി, കാരണം ഇന്ന് പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ വെയിറ്റ് കൂടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരധർമ്മ പ്രവർത്തനങ്ങളെ വിഘാതമായിട്ട് ബാധിക്കുന്നതാണ്. കൂടാതെ സോഫ്റ്റ് ഡ്രിങ്കുകളിലെ പഞ്ചസാരയെ പല്ലിലെ ബാക്ടീരിയകൾ ഫെർമനന്റ് ചെയ്യിപ്പിച്ച് ആസിഡ് ഉണ്ടാക്കുന്നതും മൂലം പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിച്ച് ദന്തക്ഷയത്തിനും കാരണമാകുന്നുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ധാരാളം നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അധികൃതർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ശുദ്ധജലം കുടിക്കണം, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം, നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം, ചായ, കാപ്പി, കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കരുത്. അല്ലായെങ്കിൽ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. കൂടാതെ വെയിൽ നേരിട്ട് കൊണ്ട് ചെയ്യുന്ന ജോലികൾ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്തല്ലാതെ ജോലി സമയം ക്രമീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗവൺമെൻറ്റും എല്ലാ രാജ്യങ്ങളിലും അതാണ് ഈ ചൂടുള്ള സമയത്ത് ജോലി ചെയ്യാൻ പാടില്ലെന്നാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിന് ഇപ്പം എന്താ 11 മണി മുതൽ 3 മണി വരെയുള്ള ടൈം അവിടെ ബ്രേക്ക് കൊടുക്കാനാണ് പറയുന്നത്. ആ ബ്രേക്ക് കൊടുത്തിട്ടാണ് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വന്ന് പണിയെടുക്കുക, പിന്നെ വൈകുന്നേരം പണിയെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന പിന്നത്തെ അടുത്ത സംസാരം വരെ ഇതിൽ പണിയെടുത്താൽ എന്താണ് വരുന്നത്, അതിൽ പിന്നെ സൂര്യഘാതം അതാണ് അതിൻ്റെ അടുത്ത പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങളിടുകയും വെള്ളം കൂടുതൽ കുടിക്കുകയും, ഇങ്ങനത്തെ വെള്ളമല്ല നേരത്തെ പറഞ്ഞതല്ല, അത് ആ വെള്ളം കുടിക്കുകയും ചെയ്ത് റെസ്റ്റ് എടുക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. കേരളത്തിലെ ചൂട് ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു തുടങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും മീമുകളും ഒക്കെ നിറയുന്നുണ്ട്. മരുഭൂമി പോലും അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ രീതിയിലുള്ള മീമുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ചൂട് മരുഭൂമിയേക്കാൾ കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷം 3 മണി വരെയൊക്കെയുള്ള ആ ഇടയിലെ സമയങ്ങളിൽ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. അല്ലെങ്കിൽ ജോലി മതിയാക്കി തണലത്തെ ഇറങ്ങി വിശ്രമിക്കണം എന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളും, ധാരാളം വെള്ളം കഴിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാം പാലിക്കണം. അതിനൊപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് പോലെയുള്ള ശരീരത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ പാടെ ഉപേക്ഷിക്കുന്നത് ഈ ചൂടുകാലത്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. സോഷ്യലിസമല്ലാതെ മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് മറ്റൊരു തത്വശാസ്ത്രവും പ്രായോഗികമായി ഇല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ. CPM എരമം കിഴക്കേക്കര ബ്രാഞ്ച് ഓഫീസിനായി നിർമ്മിച്ച CK കുഞ്ഞിരാമൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുതലാളിത്തവും ഫ്യൂഡലിസവുമാണ് ലോകത്ത് കൂടുതലായി നിലനിൽക്കുന്നത്. ഇത് ജനങ്ങളെ ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. സമ്പന്നൻ കൂടുതൽ സമ്പന്നനാകുമ്പോൾ ഇല്ലാത്തവൻ കൂടുതൽ ദരിദ്രനായി മാറുകയാണ്. ഇതിന് സോഷ്യലിസമാണ് പ്രതിവിധിയെന്നും KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഈ ലോകത്തിലെ മനുഷ്യർ 2 വർഗങ്ങളായി വേർതിരിഞ്ഞിരിക്കുന്നു. കാലത്തിൻ്റെ ഗതിക്കിടയിൽ 2 വർഗങ്ങളേ ഉള്ളൂ. അതേതാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും സ്ത്രീയും പുരുഷനുമാണെന്ന്. അല്ല, ഒരു കൂട്ടം ആളുകൾ അവർ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ അവർ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും അനുഭവിക്കേണ്ടുന്ന സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്ത് വെച്ച് തടിച്ചു കൊടുത്ത് ആ പണം ഉപയോഗിച്ച് വീണ്ടും വീണ്ടും മനുഷ്യരെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ മേലെ അധിവസിക്കുന്ന, സുഭിക്ഷമായി ജീവിക്കുന്ന അതിസമ്പന്നരാണ്. മഹാഭൂരിപക്ഷം മനുഷ്യർ എല്ലും മുറിയെ പണിയെടുത്താലും കൂലി കിട്ടാതെ അല്ലെങ്കിൽ പണി കിട്ടാതെ, ഒരു നേരത്തെ ആഹാരം വാങ്ങാൻ ഗതിയില്ലാതെ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയാതെ ഈ അഭിശപ്തമായ ജീവിതം പേറി നടക്കുന്ന ചൂഷിതരാണ്. മനുഷ്യൻ്റെ സമാധാന ജീവിതത്തിന് പ്രായോഗികമായി പ്രയോജനപ്പെടുന്ന തത്വശാസ്ത്രം സോഷ്യലിസം മാത്രമാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. CPM എരമം കിഴക്കേക്കര ബ്രാഞ്ച് ഓഫീസിനായി നിർമ്മിച്ച CK കുഞ്ഞിരാമൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ചടങ്ങിൽ അധ്യക്ഷനായി. P ശശിധരൻ, KV ഗോവിന്ദൻ എന്നിവർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. MB ദാമോദരൻ പതാക ഉയർത്തി. അഡ്വക്കേറ്റ് KP രമേശൻ, KV ഗോപിനാഥൻ, M അരുൺ, PV ശങ്കരൻ, CK ശശി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോറോം നെല്ലിയാട്ട് റോഡരികിലെ ആൾമറയില്ലാത്ത കിണർ വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു.
സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡരികിലാണ് ആൾമറയില്ലാത്ത കിണറുള്ളത്. ഗ്രാമസഭയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കിണറിന് ഭിത്തി കെട്ടാൻ നടപടിയുണ്ടായില്ലെന്ന് സമീപവാസികൾ പറയുന്നു. കോറോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡരികിലാണ് ആൾമറയോ ചുറ്റുമതിലോ ഒന്നുമില്ലാത്ത ഈ കിണറുള്ളത്. 10 കോലിലേറെ ആഴമുള്ള കിണർ ഇവിടുത്തെ പുലികണ്ഠൻ ദേവസ്ഥാനത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. സൈക്കിളിൽ പോകുന്ന പല സ്കൂൾ വിദ്യാർത്ഥികളും തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട്. വാർഡ് സഭയിൽ ഉൾപ്പെടെ പ്രശ്നം അവതരിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത്. നമുക്ക് ഈ കിണറുകേട് ഇങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കാര്യത്തിൽ താമസക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരുപാട് കുട്ടികൾ സ്കൂളിലെ സമയത്ത് പോകുന്ന സൈക്കിളിലെല്ലാം ഒരുപാട് കുട്ടികൾ വരുന്നത്, ഒരുപാട് വാഹനങ്ങളും വരുന്ന റോഡാണ്. അപ്പോൾ ഈ ഒരു കിണർ ഇങ്ങനെയുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ കിണറിന് ആൾമറ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് ചിലർ തകർത്തതായി ആരോപണമുണ്ട്. ആദ്യകാലത്ത് കുടിവെള്ളത്തിനുൾപ്പെടെ ആശ്രയിച്ചിരുന്ന കിണർ കൂടിയാണിത്. ഇതാണ് ഇപ്പോൾ അപകടം സൃഷ്ടിക്കുന്ന അവസ്ഥയിലെത്തിയത്. അപകടം നടന്നു മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇവിടെ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രശസ്ത എഴുത്തുകാരൻ വി രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു പുസ്തകം കൂടി പ്രകാശനത്തിനൊരുങ്ങി. ഇളമ്പച്ചി നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തക പ്രകാശനത്തിന് വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. ഡോക്ടർ VPP മുസ്തഫ സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂരിന്റെ ഭൗമിക പശ്ചാത്തലമാക്കി പാണ്ഡ്യാല എന്ന പേരിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇളമ്പച്ചി നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തക പ്രകാശനത്തിന് വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. ഡോക്ടർ VPP മുസ്തഫ സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയും സാംസ്കാരിക പ്രവർത്തനമാണ്. ആ നിലയിൽ രണ്ടും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ സങ്കീർണമാണ് നമ്മുടെ കാലം. അതുകൊണ്ട് തന്നെ എഴുത്തും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം ആ നിലയിൽ ഏറെ ഗൗരവമുള്ള ഒന്നായിട്ട് മാറുകയാണ്. മനുഷ്യബന്ധത്തിന്റെ അനിവാര്യതയും പ്രകൃതിയുടെ തുടിപ്പും ഭംഗിയായി വായനക്കാരിലേക്ക് എത്തിക്കുന്ന 10 കഥകളുടെ സമാഹാരമാണ് പാണ്ഡ്യാല എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുസ്തകം. പുതിയ പുസ്തകത്തിനു വേണ്ട ചിത്രങ്ങൾ വരച്ചത് ചിത്രകാരി AS മധുരിമയാണ്. വായനശാല പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷത വഹിച്ചു. N സുകുമാരൻ, PV ദിനേശൻ, പ്രദീപ് കൊടക്കാട്, C വിജയൻ, MB കരുണാകരൻ, ഖാദർ പാണ്ഡ്യാല, E ബാലകൃഷ്ണൻ, MK കുഞ്ഞികൃഷ്ണൻ, രവീന്ദ്രൻ VV, TV ചന്ദ്രദാസ്, വായനശാല സെക്രട്ടറി K രാജീവൻ മാസ്റ്റർ, K രവി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഫ്രണ്ട്സ് കുണ്ടയംകൊവൽ വാർഷികാഘോഷം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷ പരിപാടികൾ ആഗസ്റ്റ് 29 വരെ നീണ്ടുനിൽക്കും. ഫ്രണ്ട്സ് കുണ്ടയംകൊവൽ വാർഷികാഘോഷ പരിപാടികൾ കല്യാശ്ശേരി MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. അതായത് ഞാൻ അന്നേരമാണ് എൻ്റെ നാടായതുകൊണ്ട് എനിക്ക് 2 പേരുടെയും വീടിൻ്റെ ദൂരം അറിയാം. 6 വീട് വ്യത്യാസമുള്ള 2 ആള് ഒരു ഓണാഘോഷ പരിപാടിക്ക് വന്നിരിക്കുമ്പോൾ പറയുകയാണ് എത്ര കാലമായി കണ്ടിട്ട്. തിരിച്ചു അതന്നെ കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ നാട്ടിൽ മാത്രമല്ല, ഞാൻ എൻ്റെ നാട് എന്ന് പറയുന്ന കാങ്കോലിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറം ഒന്നല്ലല്ലോ, കാങ്കോലിൻ്റെ തൊട്ടടുത്താണല്ലോ. ഫ്രണ്ട്സ് കുണ്ടയംകൊവൽ പ്രസിഡന്റ് PV ഗോപി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് മികച്ച പൊതുജനാരോഗ്യ ജീവകാരുണ്യ പ്രവർത്തക K ഉഷ, മികച്ച സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകയായ VT അജിത, മികച്ച വെറ്ററൻസ് ലോങ് ജമ്പ് താരം AV ശോഭന, വയോജന കലാമേളയിൽ ഒപ്പന അവതരിപ്പിച്ച കലാകാരികൾ എന്നിവരെ അനുമോദിച്ചു. KP കണ്ണൻ, അഡ്വക്കേറ്റ് PP സിദിൻ, NK ഗംഗാധരൻ മാസ്റ്റർ, P രാധാകൃഷ്ണൻ, സിന്ധു സുരേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഫ്രണ്ട്സ് നൈറ്റ് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെയും അവാർഡ് ദാനത്തിന്റെയും ഭാഗമായുള്ള പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെയും അവാർഡ് ദാനത്തിന്റെയും ഭാഗമായുള്ള പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന് തുടക്കമായി. തായ്നേരി കുറിഞ്ഞി ക്ഷേത്ര പരിസരത്ത് 2 ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയുടെ തുടക്കം കുറിച്ച് സാഗർ പണിക്കർ, സജിത് പണിക്കർ എന്നിവരുടെ മറത്തുകളി അരങ്ങേറി. തുടർന്ന് തായ്നേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്ര പൂരക്കളി സംഘം പൂരക്കളിയും അവതരിപ്പിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ചടങ്ങിൽ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ P വത്സലയ്ക്ക് സമ്മാനിക്കും.
മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏപ്രിൽ 20 വരെ നടക്കുന്ന ദേശീയ അഗ്നിശമന വാരാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഫയർ സ്റ്റേഷൻ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മേഖലാതല ഫയർ സർവീസ് വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. TA മധുസൂദനൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. ദേശീയ അഗ്നിശമന വാരാചരണത്തിന്റെ ഭാഗമായാണ് പെരിങ്ങോം ഫയർ സ്റ്റേഷൻ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മേഖലാതല ഫയർ സർവീസ് വോളിബോൾ മത്സരം സംഘടിപ്പിച്ചത്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ നടന്ന മത്സരം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ, കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ P. രഞ്ജിത്ത്, പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ PV അശോകൻ, കേരള ഫയർ സർവീസസ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ബൈജു കോട്ടായി, ക്ലബ് സെക്രട്ടറി ET സന്തോഷ് കുമാർ, PP ലിജു തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിലെ ടീമുകളെ കൂടാതെ ഖേലോ ഇന്ത്യയുടെ ഭാഗമായി CRPF പെരിങ്ങോം ടീമും വോളി ക്ലബ്ബ് അരവഞ്ചാലും പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിൽ വോളി ക്ലബ്ബ് അരവഞ്ചാൽ ഏകപക്ഷീയമായ 2 സെറ്റുകൾക്ക് CRPF പെരിങ്ങോത്തിനെ പരാജയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഫുട്പാത്ത് നിർമ്മാണം പൂർത്തിയായില്ല. സ്ലാബ് കൃത്യമായി മൂടാത്തത് അപകട ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പിലാത്രയിൽ നിർമ്മിക്കുന്ന ഫുട്പാത്ത് നിർമ്മാണം പൂർത്തിയായില്ല. സ്ലാബ് കൃത്യമായി മൂടാത്തത് അപകട ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പിലാത്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായാണ് സ്ലാബ് കൃത്യമായി മൂടാതിരുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാൽനട യാത്രക്കാരൻ ഫുട്പാത്തിലെ കുഴിയിൽ വീണ് പരിക്കേറ്റിരുന്നു. സ്ലാബുകൾ കൃത്യമായി മൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അബ്ദുറഹ്മാൻ വൈദ്യർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം നടന്നു. കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്ന ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ വൈദ്യർ സ്മാരക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 20 വർഷത്തിൽ അധികമായി നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു വരുന്നു. ഈ വർഷത്തെ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ നിർവഹിച്ചു. ഓരോ വർഷവും വ്യത്യസ്തമായ പരിപാടികളെല്ലാം നടത്താറുണ്ട്. ആ കൂട്ടത്തിൽ റംസാൻ കിറ്റ് വിതരണം എന്നുള്ള നിലക്ക് തുടർച്ചയായി നൽകി വരുന്നുണ്ട്. ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലക്ക് നമ്മളെല്ലാം ഹരം പിടിപ്പിക്കുന്ന രൂപത്തിലുള്ള N. അബ്ദുൽ ഗഫൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MDP നൂറുദ്ദീൻ, P. രാധാകൃഷ്ണൻ, അബ്ദുൽ സമീർ, K. അബ്ദുൽ ഖാദർ, N. ഇസ്മയിൽ, പെരിങ്ങോം ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തവിടശ്ശേരി പെരുന്തട്ട പെരുന്തോട്ടം സ്ഥാനം ശ്രീ പുലിയൂര് കാളിക്ഷേത്രം മേൽപ്പന്തൽ സമർപ്പണം വിപുലമായ രീതിയിൽ നടന്നു. ആത്മീയാചാര്യൻ സ്വാമി സന്ദീപാനന്ദഗിരി മേൽപ്പന്തൽ സമർപ്പണം നിർവഹിച്ചു. തവിടശ്ശേരി പെരുന്തട്ട പെരുന്തോട്ടം സ്ഥാനം ശ്രീ പുലിയൂര് കാളി ക്ഷേത്രം മേൽപ്പന്തൽ സമർപ്പണം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി ശ്രീ കാളകാട്ടിലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെ മഹനീയ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ആത്മീയാചാര്യൻ സ്വാമി സന്ദീപാനന്ദഗിരി മേൽപ്പന്തൽ സമർപ്പണം നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമെഴുന്നേറ്റ് ശരീരവും മനസ്സും ശുദ്ധമാക്കി പൂജാമുറിയിൽ കയറി വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവന്റെ സഹസ്രനാമം, പിന്നെ മൂകാംബിക കീർത്തനം, അയ്യപ്പൻ്റെ കീർത്തനം, ഏതാണ്ട് 1.5 മണിക്കൂറോളം പൂജാമുറിക്കകത്ത് മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷമാണ് ഓരോ ദിവസവും എൻ്റെ ദിനചര്യ ആരംഭിക്കുന്നു. TA മധുസൂദനൻ MLA ഉപഹാര സമർപ്പണവും അനുമോദനവും നിർവഹിച്ചു. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ വിന്നർ പല്ലവി രതീഷിനെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. പുതിയ ലോകത്തിനു വേണ്ടി പുതിയ ജ്ഞാനം എന്ന വിഷയത്തിൽ ബ്രഹ്മകുമാരി ശാന്ത പ്രഭാഷണം നടത്തി. മേൽപ്പന്തൽ നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ കുന്നിക്കുരുവൻ അധ്യക്ഷനായി. K. വിനോദ്, K. വാസു, പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, കേരള പൂരക്കളി അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. കൃഷ്ണൻ, K. കമലാക്ഷൻ, P. പ്രകാശൻ, കാന വിജയൻ, N. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് മേൽപ്പന്തൽ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആലക്കാട് SVLP സ്കൂൾ പ്രധാനാധ്യാപിക CK പ്രീത ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സ്കൂളിൽ നടന്നു. ആരോഗ്യവകുപ്പ് മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കാളീശ്വരം SV-LP സ്കൂൾ പ്രധാനാധ്യാപിക CK പ്രീത ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും ആരോഗ്യവകുപ്പ് മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരു പൂർവ്വ വിദ്യാർത്ഥി ബിന്ദു NB നൽകുന്ന ഒരു ഉപകാരം കൂടിയും ഇരിയുന്ന പ്രീത ടീച്ചറുടെ യാത്രയപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ ഒട്ടേറെ സന്തോഷിക്കുകയാണ്. കടന്നു പോയിട്ടുണ്ട്. ചിലരെല്ലാം ജീവിതത്തിൻ്റെ നല്ല തുറകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ചിലരിപ്പോഴും പ്രയാസപ്പെടുന്നവരുണ്ടാകാം. പക്ഷെ ഒരു വലിയ ശിഷ്യ സമ്പത്ത് ടീച്ചർക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് ഇനിയൊരു 37 വർഷക്കാലം കൂടി പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് ടീച്ചർ നിൽക്കുന്നത്. പക്ഷേ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷയായി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV രാധാകൃഷ്ണൻ മാസ്റ്റർ, വാർഡ് മെമ്പർ EC സതി, P ശശിധരൻ, MK ഗംഗാധരൻ മാസ്റ്റർ, CK ദാമോദരൻ മാസ്റ്റർ, T ഗീത ടീച്ചർ, MV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാതൃസമിതി ഒരുക്കിയ നൃത്തവിരുന്നും ഒലയമ്പാടി നാട്ടുനന്മക്കൂട്ടം അവതരിപ്പിച്ച നാട്ടുപൊലിമ നാട്ടറിവ് പാട്ടുകളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഫോർട്ടിഫൈഡ് അരിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനും ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്നതിനുമായി ബോധവൽക്കരണ തെരുവ് നാടകം ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഫോർട്ടിഫൈഡ് അരിയുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക, ഒപ്പം ജനങ്ങളിൽ ഇക്കാര്യത്തിലുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രോഗ്രാം കോർഡിനേറ്റർ തോമസ് വിൽസൺ പദ്ധതി വിശദീകരിച്ചു. CBM തോമസ്, KD പ്രവീൺ, TN സജീവ്, P ജയേഷ് എന്നിവർ സംസാരിച്ചു. ഫോർട്ടിഫൈഡ് അരി കഴിക്കുന്നത് വഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയുന്നതിനും അതുവഴി മെച്ചപ്പെട്ട ആരോഗ്യ സമൂഹം പടുത്തുയർത്താൻ സാധിക്കുമെന്നും നാടകം പറഞ്ഞു വെക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ആലക്കാട് ജനതാ തിയേറ്റേഴ്സ് 45ാം വാർഷികാഘോഷവും വിഷുദിന പരിപാടികളും നടന്നു. കണിക്കൊന്ന എന്ന പേരിൽ മനിയേരി കുഞ്ഞപ്പൻ നഗറിൽ നടന്ന പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലക്കാട് ജനതാ തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷവും വിഷുദിന പരിപാടിയും കണിക്കൊന്ന മനിയേരി കുഞ്ഞപ്പൻ നഗറിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ പ്രാസംഗികനോട് പ്രസംഗം കേട്ട സുഹൃത്ത് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടല്ല ഞാൻ ഇവിടെ ഇരുന്നു, ഞാൻ ഈ മൈക്ക് സെറ്റിൻ്റെ ആളാണ്, എനിക്ക് മൈക്ക് അയച്ചാൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ പണി പോകുന്നു. ചില ഘട്ടം പ്രസംഗത്തിന് ഈ സാഹചര്യം ഉണ്ടാകും എന്നിടത്തും സദസ്സിനെ അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നിടത്തും പ്രഥമ ക്ലബ്ബ് കമ്മിറ്റി അംഗങ്ങളെയും ആദ്യകാല ബാലവാടി ഹെൽപ്പറായി പ്രവർത്തിച്ച TV ശാരദയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാടക സിനിമാ സംവിധായകൻ MD അന്നൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വയലാർ രാമവർമ്മ കവിതാ പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരി സാംസ്കാരിക പ്രഭാഷണം നടത്തി. KK കുഞ്ഞികൃഷ്ണൻ, N ഗംഗാധരൻ മാസ്റ്റർ, KV ചന്ദ്രിക, P സുമിത്ര ടീച്ചർ, രമേശ് കാളീശ്വരം, P ജയശ്രീ, PV ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ക്ലബ്ബ് പ്രവർത്തകരുടെയും സ്കൂൾ അംഗൻവാടി കുട്ടികളുടെയും കലാസന്ധിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1977-78 ബാച്ച് SSLC കൂട്ടായ്മ സാന്ത്വനം മാടായിൽ നടന്നു. എഴുത്തുകാരനും ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1977-78 ബാച്ച് SSLC കൂട്ടായ്മ സാന്ത്വനം എഴുത്തുകാരനും ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ PP കൃഷ്ണൻ, ഡോക്ടർ ഗോവിന്ദൻ നമ്പൂതിരി, CV കുഞ്ഞിരാമൻ, A ഗോപിനാഥൻ, മീനാക്ഷിക്കുട്ടി ടീച്ചർ, രാജമ്മ ടീച്ചർ തുടങ്ങിയവരെ ആദരിച്ചു. SAP റഹ്മാൻ, P രാമചന്ദ്രൻ, CM കാഞ്ചനകുമാരി, PP സുധാകരൻ, CO രമേശൻ, CM ചന്ദ്രൻ, ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാടിയോട്ടുചാൽ മച്ചിശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കളിയാട്ടം 18-ന് സമാപിക്കും. പാടിയോട്ടുചാൽ മച്ചി ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്.
മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി ദേവസ്ഥാനത്ത് സമാപിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന കളിയാട്ടം 18 ചൊവ്വാഴ്ച സമാപിക്കും. ചൊവ്വാഴ്ച ഭൈരവൻ, കുട്ടിച്ചാത്തൻ, പൊട്ടൻ ദൈവം, ഗുളികൻ, കുറത്തിയമ്മ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് അന്നദാനത്തിന് ശേഷം 1 മണിയോടെ ദൈവക്കോലങ്ങളുടെ കൂടിയാട്ടം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്നത് കാപട്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ ബിജു കൃഷ്ണൻ. ഇന്ത്യയിൽ ഒരു നേരത്തെ ആഹാരത്തിന് കുട്ടികൾ തെരുവിലിറങ്ങേണ്ടി വരികയാണെന്നും ബിജു കൃഷ്ണൻ. ടി ഗോവിന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ഇൻവിറ്റേഷൻ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. കണ്ടങ്ങാളി നന്മ വോളി അക്കാദമി ഗ്രൗണ്ടിൽ മുൻ മന്ത്രി EP ജയരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. STU പഴയങ്ങാടി ഏരിയയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇഫ്താർ മീറ്റും മതസൗഹാർദ്ദ സംഗമം ഇഫ്താർ മീറ്റും STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.